മുസ്ലിം ലീഗ് അതിൻ്റെ ആരംഭം മുതൽക്ക് തന്നെ ശുദ്ധമായ രാഷ്ട്രീയമാണ് കൈകാര്യം ചെയ്തത്. അതിൻ്റെ പേര് മുസ്ലിം എന്നുണ്ട്. അത് ചരിത്രപരമായ കാരണത്താൽ അതിൻ്റെ പേര് അങ്ങനെ ഇട്ടതാണ്. അത് ഇന്ത്യയിലെ ഈ ഭരണഘടനാനുസൃതമായ ഇന്ത്യ രാജ്യത്തിലെ ന്യൂനപക്ഷ അവകാശങ്ങൾ, ഭരണഘടന വിഭാഗം ചെയ്യുന്ന ന്യൂനപക്ഷ അവകാശങ്ങൾ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ അനുഭവവേദ്യമാക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുക. ആ ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുക. അല്ലെ ഭരണാധികാരത്തിൽപ്പെടുക, അധികാരത്തിൽ പങ്കാളിത്തം നേടുക, അതൊന്നും മുസ്ലിം ലീഗിൻ്റെ പരമലക്ഷ്യത്തിൽപ്പെട്ടതല്ല. ഈ ലക്ഷ്യങ്ങൾക്ക് മുസ്ലിം സമുദായത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടതിൻ്റെ അഭിമാനകരമായ അസ്തിത്വം എന്നാണ് നമ്മൾ പറയുന്ന വാക്ക്. മുസ്ലിം സമുദായത്തിൻ്റെ അഭിമാനകരമായ അസ്തിത്വം, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, സാംസ്കാരിക, സാമ്പത്തിക രംഗങ്ങളിലെല്ലാം മറ്റ് സമുദായങ്ങൾക്ക് സമശീർഷമായി മുസ്ലിം സമുദായത്തെ വളർത്തിയെടുക്കണം. അതിനാവശ്യമായ രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയമേ മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്തത്. അതിനപ്പുറത്ത് എങ്ങനെയെങ്കിലും അധികാരത്തിൽ പിടിച്ചെടുക്കുക എന്നുള്ള അധികാര രാഷ്ട്രീയം സ്വപ്നം കണ്ടുകൊണ്ടല്ല മുസ്ലിം ലീഗ് പടുത്തുയർത്തിയതും അത് ഇന്ന് പ്രവർത്തിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. അത് അധികാരത്തിൽ കയറലല്ല, നേരെ മറിച്ച് ഈ അവശ്യ സമുദായങ്ങളുടെ ഉന്നമതിക്ക് വേണ്ടിയുള്ള മിതമായൊരു രാഷ്ട്രീയം അത്രയും മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ അവസരത്തിൽ അതല്ല ഇസ്ലാം എന്ന ആ വികാരത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട്, മതത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട്, മുസ്ലിം എന്ന പേരിൽ മത മൗലികവാദം പറഞ്ഞുകൊണ്ട് അത് എളുപ്പത്തിൽ ആളുകളെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒന്നാണല്ലോ. ആളുകളെ സ്വാധീനിക്കാൻ വോട്ട് നേടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ചില രാഷ്ട്രീയ പ്രശ്നം, അവരാണ് ഇപ്പം വന്നിട്ടുള്ള പുതിയ പ്രതിഭാസികൾ. മതം പറഞ്ഞാൽ വോട്ട്, അതിപ്പോൾ ഹിന്ദു വർഗീയതയുടെ ഒരു പ്രതിപ്രവർത്തനമാണ് ഇത് എന്നൊക്കെ അവർ പറയാറുണ്ട്. എന്നാലും ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ടല്ല നേരിടേണ്ടത്. വർഗീയതയെ നേരിടേണ്ടത് ജനാധിപത്യം കൊണ്ടും മതേതരത്വം കൊണ്ടാണ്. അതാണ് മുസ്ലിം ലീഗ് വിശ്വസിക്കുന്നത്.